മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭരണം കിട്ടിയാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കുമെന്ന് കെ സുധാകരൻ. റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിലാണ് രമേശ് ചെന്നിത്തലയെ കെ സുധാകരൻ പരസ്യമായി പിന്തുണച്ചത്. ചെന്നിത്തല സീനിയറായ നേതാവെന്നും കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന ആളെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. ഇഷ്ടങ്ങൾ ചോദിക്കുമ്പോഴേ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയായിരിക്കും നിർദ്ദേശിക്കുക? KSന്റെ അഭിപ്രായം 3 പേരുടെ പേരുകൾ കേരളം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ആരാണ് കൂടുതൽ യോഗ്യനെന്ന് കരുതുന്നു? ഞാൻ രമേശ് ചെന്നിത്തലയെ ഈ എനിക്കിട്ട് പല നേതാക്കളും പറഞ്ഞു രമേശ് ചെന്നിത്തലയുടെ ഒരു പാകത അത് കോൺഗ്രസിന്റെ ഒരു തുടർച്ചയാണ് എന്ന് പറയുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങേ ആണ് അങ്ങേ ശരിക്കും ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ ഈ സമയത്ത് രമേശ് ചെന്നിത്തല എടുത്ത് അങ്ങയുടെ സങ്കടം പറഞ്ഞിരുന്നു അല്ലേ? പുള്ളിക്കറിയാം, പുള്ളി അത് അറിഞ്ഞു പെരുമാറും. റോഷിപാലും PR സുനിലും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. റോഷിപാൽ, ആദ്യമായാണ് കോൺഗ്രസിന്റെ ഒരു തലമുതിർന്ന നേതാവ് മുഖ്യമന്ത്രിയായി ആരെ ശുപാർശ ചെയ്യുമെന്ന ചോദ്യത്തിന് ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി ഒരാൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പോലും പറയുന്നത്. കെ സുധാകരൻ അത് തെറ്റിച്ചിരിക്കുന്നു, ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസിൽ ഇങ്ങനെ പരസ്യമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു നേതാവും പറയാത്തത്, പ്രത്യേകിച്ച് AICCയുടെ പ്രവർത്തക സമിതി അംഗവും സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ സുധാകരൻ തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് പരസ്യമായി സ്വീകരിക്കുകയാണ്. സാധാരണ കോൺഗ്രസ് MLA-മാർ അവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആരെയാണ് പാർലമെന്ററി പാർട്ടി ലീഡറായി തീരുമാനിക്കുക. അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കമാണ് കഴിഞ്ഞ ഏറെക്കാലമായി സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തുടരുന്നത്. അതിന് വിഭിന്നമായി പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പിന്തുണ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സുധാകരന്റെ ഭാഗത്ത് വരുന്നു എന്നത് വലിയ പ്രാധാന്യമുണ്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണവും കെ സുധാകരൻ വിശദീകരിക്കുന്നുണ്ട്. മുതിർന്ന നേതാവ് എല്ലാ കാര്യങ്ങളിലും പക്വതയോടെ ഇടപെടും, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പെരുമാറുന്നയാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നുണ്ട്. അതൊരു തുടർച്ച കൂടിയാണ്. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ടത് രമേശ് ചെന്നിത്തല എന്നതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ അങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്ന് കെ സുധാകരൻ തന്നെ ആ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് പ്രധാനമാണ്. കാരണം കെ സുധാകരനെ മല്ലികാർജുൻ ഖാർഗെയാണ് അനുനയിപ്പിച്ചത്. ആ ഘട്ടത്തിൽ എല്ലാം നമുക്ക് സംസാരിക്കാം, എല്ലാം പറഞ്ഞു തീർക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ കടുംപിടുത്തം അവസാനിപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇപ്പോൾ ഇറങ്ങുന്നത്. സജീവമായി 100 സീറ്റ് നേടുക പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഒരു സവിശേഷത എടുത്തു പറയുന്നുണ്ട്. സീനിയർ നേതാവാണ് രമേശ് ചെന്നിത്തല, എല്ലാ കാര്യങ്ങളെയും കൃത്യമായി പക്വതയോടുകൂടി കണ്ട് പെരുമാറുന്ന ഒരാളാണ് എന്ന നിലയ്ക്കൊരു രാഷ്ട്രീയ പിന്തുണ കൂടിയാണ് നൽകുന്നത്. തന്നെ ആ സമയത്ത് കൂടുതൽ മനസ്സിലാക്കി തന്നോടൊപ്പം നിന്നു എന്നൊരു വൈകാരിക പ്രതികരണം മാത്രമല്ല. മാധു, അത് താൽക്കാലികമായുള്ള ഒരു പ്രതികരണമായി നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം കെ സുധാകരൻ കൃത്യമായി വിലയിരുത്തിയാണ് ഇതിൽ അഭിപ്രായം പറയുന്നത്. മാത്രമല്ല അതിൽ ഒരു കടുത്ത നിലപാട് കൂടിയാണ് കെ സുധാകരന്റെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് സുധാകരൻ സ്വീകരിച്ച നിലപാടിൽ സുധാകരനൊപ്പമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല. ആ ഘട്ടത്തിൽ എല്ലാം പറഞ്ഞു പരിഹരിക്കാം എന്ന ഒരു ഉറപ്പുണ്ട്. ഇപ്പോഴും കെ സുധാകരന്റെ ഒരു വാക്കിന് വലിയ പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് ഏറെ വൈകാതെ കെ സുധാകരനുമായി മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ അവിടെ ഈ ആവശ്യം കെ സുധാകരൻ ഉന്നയിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും സുധാകരന്റെ ഈ വാക്കുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അതിപ്രധാനമാണ്. അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധി കൂടെയായ KC വേണുഗോപാലിന്റെ പ്രതികരണം, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടക്കം പ്രതികരണത്തിന് പ്രാധാന്യമുണ്ട്. കാരണം മുഖ്യമന്ത്രി പദത്തിലേക്ക് സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ആ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ 2 പേരാണ് KC വേണുഗോപാലും VD സതീശനും. അവർ അങ്ങനെ നീക്കം നടത്തുമ്പോൾ അതിനിടയിലാണ് കെ സുധാകരൻ ഇങ്ങനെ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ആദ്യഘട്ടം മുതൽ ശ്രമിച്ച ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു എന്നത് കൃത്യമായി അവിടെ വിശദീകരിക്കുന്നുമുണ്ട് കെ സുധാകരൻ. അത് കോൺഗ്രസിന്റെ ചരിത്രമുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം, അതിന്റെ ഒരു തുടർച്ച കൂടിയാണ് രമേശ് ചെന്നിത്തല എന്നാണ് ഇവിടെ കെ സുധാകരൻ പറയുന്നത്. ആ ചോദ്യം കെ സുധാകരനോട് ചോദിച്ചത് VS രഞ്ജിത്താണ്. രഞ്ജിത്ത്, ആ ചോദ്യം VS രഞ്ജിത്ത് ചോദിക്കുന്ന സമയത്ത് തന്നെ എന്തായിരിക്കും മറുപടി എന്നുള്ളത്, അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയാകാനുള്ള താല്പര്യമുണ്ടോ?
ഇല്ല. ഈ സർക്കാരിന്റെ ഭാഗമാകുമോ? ഇല്ല. അങ്ങനെ അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കെ സുധാകരനെ നമ്മൾ കാണുകയാണ്. അതിനുശേഷം പറയുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VS രഞ്ജിത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത്. കോൺഗ്രസുകാർ പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തൊടാത്തൊരു ചോദ്യമാണത്. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത്തരത്തിൽ നേരിട്ട് ഒരു പേരിലേക്ക് ആ ഉത്തരം എത്തും എന്ന് പ്രതീക്ഷിച്ചത് പോലുമല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നിയമസഭാ സമ്മേളനം വിളിക്കുന്ന സമയത്ത് അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്ക് എന്നൊക്കെ ടാക്ടിക്കലായി ഡിപ്ലോമാറ്റിക്കായി ഒരു ഉത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കേസിന് വളരെ കൃത്യമായ നിലപാടുണ്ട്. ഈ 3 പേരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് നല്ല ധാരണ അത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ അദ്ദേഹം ഇടപെട്ട് സംസാരിക്കുന്ന വിഷയമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടിയിലേക്ക് ഒരു പേരിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ മറ്റേതൊരു പാർട്ടി നേതാവിനോട് ചോദിച്ചാലും VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരുപോലെ യോഗ്യരാണ് എന്നും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ പേരുകളിലേക്ക് ഒറ്റപ്പേരിലേക്ക് എത്തുമെന്നോ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പതിവ് ഇല്ല കോൺഗ്രസിന് എന്നൊക്കെയുള്ള ടാക്ടിക്കലായ മറുപടികളായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒറ്റ പേരിലേക്ക് അതും അദ്ദേഹത്തിന്റെ കൃത്യമായ യോഗ്യത പറഞ്ഞുകൊണ്ട് തന്നെ കേസ് പറയുകയാണ്. അത് ഏറ്റവും സീനിയോറിറ്റിയുള്ള അർഹനായിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റി അനുസരിച്ച് അദ്ദേഹത്തിന് തന്നെയാണ് മുഖ്യമന്ത്രി പദം നിർദ്ദേശിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയുടെ പേര് തന്നെ നിർദ്ദേശിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കെ സുധാകരൻ വ്യക്തമാക്കുന്നു. മറ്റ് 2 പേരും VD സതീശനും KC വേണുഗോപാലും പാർട്ടിയിൽ ശക്തരായി നിൽക്കുമ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, KC വേണുഗോപാലാണ് അവിടുത്തെ കിങ് മേക്കറായി നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുകളിലേക്കും വരാതെ രമേശ് ചെന്നിത്തല എന്ന ഒറ്റ പേരിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ മറ്റാരൊക്കെ ഈ പേരിലേക്ക് എത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രമേശ് ചെന്നിത്തലയ്ക്കുള്ള പിന്തുണ എത്രത്തോളം എന്നുള്ളതും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ എത്രത്തോളം എന്നുള്ളതും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ അതിൽ KC വേണുഗോപാലിന്റെ ഇടപെടലൊക്കെ വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഒരുപക്ഷെ UDF ഭൂരിപക്ഷമുള്ള സാഹചര്യം